സ്ക്രീൻ ഷെയർ കാണാമോ? കിട്ടുന്നുണ്ട്. ഓക്കെ. വികൺസോൾ കോഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 100% റോൾ ബേസ്ഡ് സൊല്യൂഷൻ ആണ് ഫോർ ഹൈക്കോർട്ട് പ്രൊസീഡിങ്സ്. അപ്പം അത് 100% റോൾ ബേസ്ഡ് ആയിരിക്കും. അതായത് ഓരോ റോളുകൾക്കും ഓരോ സ്പെസിഫിക് ഫീച്ചേഴ്സ് കാണും. അതാത് ഇത് വെച്ചിട്ടായിരിക്കും കയറി വരുന്നത്. ഇപ്പം നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് hcbeta.vconsole ഈ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പോസിബിൾ ആണ്. നമുക്ക് ഒരു ഫസ്റ്റ് നോക്കാവുന്നത് നമുക്കൊരു രജിസ്ട്രേഷൻ ഫ്ലോ ആണ്. നമുക്ക് ഇവിടുന്ന് അഡ്വക്കേറ്റ്, പാർട്ടി ഇൻ പേഴ്സൺ, പബ്ലിക്, മീഡിയ, പ്രോസിക്യൂട്ടർ ഇത്രയും റോൾസ് വെച്ചിട്ട് സെൽഫ് രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. നമ്മൾ ജഡ്ജിന്റെയും കോർട്ട് ഓഫീസറിന്റെയും രജിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന അഡ്മിൻ സൈഡിൽ നിന്നാണ്. സോ ഇപ്പം ഒരു അഡ്വക്കേറ്റിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ ഫോം ആണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കൊരു ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, എൻറോൾമെന്റ് നമ്പർ, ഒരു വാലിഡ് ഫോൺ നമ്പർ ഇത്രയും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP ഈ ഒരു ഫോൺ നമ്പറിലേക്ക്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP സെൻഡ് ആവും. ആ OTP വെച്ചിട്ട് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ട്രൈ ചെയ്യുന്നത്. സോ ആ ഒരു രജിസ്റ്റേർഡ് ഫോൺ നമ്പറും നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലോഗിൻ ആകുന്നത്. ഇപ്പം ഞാനിപ്പം മാസ്റ്ററിന്റെ ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ വ്യൂ. മാസ്റ്റർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കോർട്ട് ലിസ്റ്റ് ആണ്, ഓരോ സ്പെസിഫിക് കോർട്ട് റൂംസ് ആണ്. ഇത് ഓരോ കോർട്ട് റൂംസ് മാനേജ് ചെയ്യുന്നത് ഓരോ കോർട്ട് ഓഫീസേഴ്സ് ആണ്. ഇപ്പം ഈ ഗ്രീൻ കളർ കാണുന്നതൊക്കെ ഓൾറെഡി ഒക്യുപ്പൈഡ് കോർട്ട് റൂംസ് ആണ്. സോ നമുക്ക് ഈ ഒരു ഓൾറെഡി സ്റ്റാർട്ട് ആയ കോർട്ട് റൂംസ് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന എറർ. സോ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് TST എന്ന് പറയുന്ന ഒരു കോർട്ട് റൂമാണ്. TST സെലക്ട് ചെയ്തു. ഇവിടെ സീരിയൽ നമ്പർ ലിസ്റ്റ്, അതായത് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ഐറ്റം റേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ന് നടക്കാൻ പോകുന്നത് 1 to 100, അത് നമുക്ക് ആ റേഞ്ച് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അതേപോലെ മൾട്ടിപ്പിൾ റേഞ്ചസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വികൺസോളിലൊക്കെ ഉള്ള പോലെ റെഡി ടു ജോയിൻ പേജ്, ഇവിടെ നമുക്ക് ഓഡിയോ, വീഡിയോ എല്ലാം നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് കൺഫേം ചെയ്യാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കോർട്ട് ഓഫീസറിന്റെ. അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും നമ്മുടെ സീരിയൽ നമ്പർ, അതായത് 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം നമ്പേഴ്സ് ഒന്നും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിപ്പം ഓരോ ക്ലയന്റ് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളക്ക് 999 എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം തെലങ്കാനയൊക്കെ വരുമ്പം അവിടെ 0 ആയിരിക്കും. അത് ഓരോ ക്ലയൻസ് പറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മളവിടെ കാണിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ഐറ്റം നമ്പർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോളപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് മാനുവലി നമുക്ക് ഇവിടുന്ന് കോളപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം 5 എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്പർ ആണ് വിളിക്കുന്നതെങ്കിൽ ഇവിടെ 500 ഇട്ട് മാനുവലി നമുക്ക് കോളപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാഷ്ബോർഡിലുള്ള വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് റെക്കോർഡിംഗ്. അതായത് ഈ TST എന്ന് പറയുന്ന ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമ്മൾ കീപ്പ് ചെയ്യുന്ന അഡ്മിനിലായിരിക്കും. അതാണ് ഈ ബട്ടൺ, സ്റ്റാർട്ട് റെക്കോർഡിംഗ്. പിന്നെ ഉള്ളത് സീക്രട്ട് റൂം, അതായത് എന്തെങ്കിലുമൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ എന്തെങ്കിലുമൊക്കെ ഒരു കേസുകൾ വരുന്ന സമയത്ത് നമുക്കൊരു സീക്രട്ട് റൂം ക്രിയേറ്റ് ചെയ്ത് ജഡ്ജിനെയും ആ ഒരു പാർട്ടിനെയും മാത്രം നമുക്ക് സീക്രട്ട് റൂമിലേക്ക് വിടാൻ പറ്റും. നമുക്കിപ്പം വികൺസോൾ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് റൂം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സെയിം സാധനമാണ് സീക്രട്ട് റൂം. ഇവിടെ നമുക്ക് മാസ്റ്ററിന്റെ ഓഡിയോ, വീഡിയോ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് പോസ് അല്ലെങ്കിൽ റെസ്യൂം കോർട്ട്. നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് കോർട്ട് ഒന്ന് പോസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
കോർട്ട് ഓഫീസർ ജഡ്ജ് പറഞ്ഞിട്ട് കോർട്ട് ഓഫീസർക്ക് ഈ കോർട്ട് പോസ് ചെയ്ത് വെക്കാൻ പറ്റും. പോസ് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ ഏതായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി നമ്മുടെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 999 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ റെസ്യൂം കൊടുക്കുമ്പോൾ തിരിച്ച് ആ ഒരു സീരിയൽ നമ്പർ, അതായത് ഏതാണ് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ ഉള്ളത് നമുക്ക് ലേഔട്ട്സ്, അതായത് ഈ ഒരു കോൺഫറൻസിന്റെ ലേഔട്ട്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കൺസോൾ ഉള്ള പോലെ തന്നെ ലേഔട്ട്സ് നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മോഡാണ് വീഡിയോ ഒള്ളി മോഡ്, അതായത് വീഡിയോ ഉള്ളവരെ മാത്രം കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ് വീഡിയോ ഒള്ളി. പിന്നെ നമുക്ക് ഉള്ളത് സീക്രട്ട് റൂം, അതായത് ബ്രേക്ക്ഔട്ട് റൂമിലേക്ക്, സീക്രട്ട് റൂമിലേക്ക് പോയവരെയൊക്കെ തിരിച്ച് റീകോൾ ചെയ്യണമെങ്കിലാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആഡ് കേസ്, അതായത് ഞാനിപ്പം 1 to 200 ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു റേഞ്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ന്യൂ റേഞ്ച് നമുക്ക് ഇവിടെ ആഡ് ആയി വരും. എന്നിട്ട് പിന്നെ ഉള്ളത് നമുക്ക് ലൈവ് സ്ട്രീമിംഗ്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോർട്ടിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ലൈവ് സ്ട്രീമിംഗ് കൊടുക്കുക, ഗോ ലൈവ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ലൈവ് സ്ട്രീം കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി വന്നേ അത് പ്രീ സേവ്ഡ് ആയി വെച്ചിരിക്കുന്ന, അത് കേരളയുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ URL-ഉം കീയും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ സേവ്ഡ് ആയി കിടക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഓരോ തവണ കോട്ട് അവർ ഓരോ ദിവസം വന്ന് ക്രിയേറ്റ് ചെയ്യുമ്പം അവർക്ക് ഇതെല്ലാം അടിച്ചു കൊടുക്കണ്ടേ. സോ കേരള ഹൈക്കോർട്ടിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. So if I want to live stream in Facebook, how to? ആ ഫേസ്ബുക്കിന്റെ തന്നെ URL-ഉം കീയും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ എന്റെ യൂട്യൂബ് അക്കൗണ്ടിന്റെ URL-ഉം കീയും ആണ്. സോ എന്റെ യൂട്യൂബ് അക്കൗണ്ടിലോട്ടായിരിക്കും ലൈവ് സ്ട്രീമിംഗ് പോകുന്നത്. പിന്നെ ഉള്ളത് ഇതാണ് പാർട്ടിസിപ്പന്റ് ലിസ്റ്റ്, അതായത് ആക്റ്റീവ് യൂസേഴ്സിനെ ഈ ഒരു ടാബിലായിരിക്കും കാണിക്കുന്നത്. ഇപ്പം കറന്റ് ഒരു ജഡ്ജ് ഉണ്ട്, ആ ജഡ്ജ് ആക്റ്റീവ് ലിസ്റ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരെങ്കിലും പാസീവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പാസീവിൽ ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇതാണ് വെയിറ്റിംഗ് ടാബ്. വെയിറ്റിംഗ് ടാബ് യൂസ് ചെയ്യുന്ന കൂടുതലും പബ്ലിക് റോൾസിലൊക്കെ കയറി വരുന്നവർക്ക് അവരാദ്യമേ വെയിറ്റിംഗ് ടാബിലായിരിക്കും വരുന്നത്. അവർ വെയിറ്റിംഗ് ടാബിൽ വരുമ്പം നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇവിടുന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർ പാസീവായി വരും. അവർക്ക് എന്തെങ്കിലും കോർട്ടിൽ പറയാനുണ്ടെങ്കിൽ അവർ ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർ കോർട്ടിൽ ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ അവർ എപ്പോഴും പാസീവിലായിരിക്കും. ഇതാണ് പാർട്ടിസിപ്പന്റ് ലിസ്റ്റിന്റെ 3 ടാബുകൾ. നമുക്ക് കോർട്ട് ഓഫീസറിന് പാർട്ടിസിപ്പൻസിന്റെ ഓഡിയോ വീഡിയോ എല്ലാം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് അവരുടെ പെർമിഷൻ ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്താൽ അൺമ്യൂട്ട് ആവുമോ? ഇപ്പൊ ജഡ്ജിന്റെ പെർമിഷന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അൺമ്യൂട്ട് ആവും. അത് ആവും. ഇപ്പൊ ജഡ്ജിനെയൊക്കെ നമുക്ക് പിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് റൂം എന്ന് പറഞ്ഞത് നമുക്ക് ഓരോ പാർട്ടിസിപ്പൻസിനെയും നമുക്ക് സീക്രട്ട് റൂമിലേക്ക് അയക്കാൻ പറ്റും. ഇപ്പം ഡിഫോൾട്ട് ഞാൻ ഒരു സീക്രട്ട് റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും, സീക്രട്ട് റൂമിലേക്ക് പോകാനുള്ളൊരു നോട്ടിഫിക്കേഷൻ. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ജഡ്ജിന് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ജഡ്ജ് ഇപ്പം അത് കൺഫേം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ അയക്കാൻ പറ്റും. സോ വൺസ് ജഡ്ജ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ജഡ്ജ് സീക്രട്ട് റൂമിലേക്ക് പോകും. ഇനിയിപ്പം ഒരു അഡ്വക്കേറ്റ് ഹാൻഡ് റൈസ് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്വക്കേറ്റും ആക്റ്റീവ് ആയി വരും. ഈ ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് വേണമെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് അയക്കാൻ പറ്റും. അവർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അഡ്വക്കേറ്റ് സീക്രട്ട് റൂമിലേക്ക് മൂവ് ആവും.
ഇനിയിപ്പം സീക്രട്ട് റൂമിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു വിളിക്കണമെങ്കിലാണ് റീകോൾ സീക്രട്ട് റൂം ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റീകോൾ ചെയ്തു. അപ്പം ആ സീക്രട്ട് റൂമിൽ ഉണ്ടായിരുന്നവർ തിരിച്ച് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവില് ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സബ്മിഷൻ സ്ലോട്ട്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിനൊക്കെ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സബ്മിഷൻ പറയാൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് സെലക്ട് ചെയ്തിട്ട് വരാം. അത് ഞാൻ അഡ്വക്കേറ്റിന്റെ ഫ്ലോ കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. സോ ആ സബ്മിഷൻ എടുത്തവരെ കോളപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി വിളിച്ച ഐറ്റംസ് ആണ് ഇവിടെ കോൾഡ് ഐറ്റം ലിസ്റ്റിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അഡ്വക്കേറ്റിന് അല്ല, കോർട്ട് ഓഫീസറിനും അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടീസിനും ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അറ്റാച്ച് ചെയ്ത് അയക്കാവുന്നതാണ്. ഇതാണ് മെയിനായിട്ടും കോർട്ട് ഓഫീസറിന്റെ സൈഡിലെ ഫീച്ചേഴ്സ്. ഇനിയും ഈ ഒരു കോർട്ട് റൂമിലേക്ക് ഒരു അഡ്വക്കേറ്റ് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കോർട്ടാണോ ലൈവ് ഉള്ളത് ആ ഒരു ലിസ്റ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇപ്പം TST എന്ന് പറയുന്ന കോർട്ടിൽ നടക്കുന്ന ഐറ്റം നമ്പർ ആണ് 4. CH01 എന്ന് പറയുന്ന കോർട്ട് റൂമിൽ ഐറ്റം ഒന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഐറ്റം നമ്പർ ലിസ്റ്റ് ചെയ്യാത്തത്. അവിടെ ഐറ്റം വിളിച്ചു കഴിയുമ്പം അവിടെ ഐറ്റം നമ്പർ ഇവിടെ ഷോ ചെയ്യും. ഇപ്പൊ എനിക്ക് പോകേണ്ടത് TST എന്ന് പറയുന്ന കോർട്ട് റൂമിലാണെങ്കിൽ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. നമുക്ക് അഡ്വക്കേറ്റിന് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, അഡ്വക്കേറ്റിന് ജസ്റ്റ് പ്രൊസീഡിങ്സ് വ്യൂ ചെയ്താൽ മതി, ജസ്റ്റ് കണ്ട് വ്യൂ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഒരു ഓപ്ഷനാണ് അപ്പിയർ ഇൻ കോർട്ട്. ഇന്നിപ്പോൾ ഈ ഒരു അഡ്വക്കേറ്റിന് എന്തെങ്കിലും ഒരു കേസ് വാദിക്കാനുണ്ടെങ്കിൽ അപ്പിയർ ഇൻ കോർട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത ഐറ്റം റേഞ്ചസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ അഡ്വക്കേറ്റിന് ഇന്നത്തെ ദിവസം 2, 4 എന്ന് പറയുന്ന ഐറ്റം നമ്പേഴ്സ് ആണ്. ഇതാണ് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ മാസ്റ്ററിന്റെ ഡാഷ്ബോർഡിൽ കാണിച്ചത്. ഇപ്പൊ എനിക്ക് 4 PM എന്ന് പറയുന്ന ഒരു സബ്മിഷൻ അപ്പിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുമ്പം റെഡി ടു ജോയിൻ വിൻഡോ. ഒരു അഡ്വക്കേറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു നോട്ടീസ് ഉണ്ടാവും, എന്തൊക്കെയാണ് അഡ്വക്കേറ്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു അഡ്വക്കേറ്റ് ഇപ്പോൾ ഐറ്റം 4 ആണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ആക്റ്റീവ് ആയി വന്നത്. അഡ്വക്കേറ്റിന്റെ സൈഡിൽ ഉള്ള ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഓഡിയോ വീഡിയോ എല്ലാം അൺമ്യൂട്ട്, മ്യൂട്ട്, സ്വിച്ച് എല്ലാം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡ്വക്കേറ്റ്സിന്, ആക്റ്റീവ് അഡ്വക്കേറ്റ്സിന് നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർട്ട് ഓഫീസർ അല്ലെങ്കിൽ ആ ആക്റ്റീവ് പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടും. പിന്നെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് കാണാനുള്ളൊരു ഓപ്ഷനാണിത്. ആരെങ്കിലും ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് സ്ക്രീൻ ഷെയർ എന്ന് പറയുന്നത്. അതായത് കോർട്ടിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കോർട്ടിൽ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാസ്റ്റർ സൈഡിലേക്ക് ഒരു റിക്വസ്റ്റ് പെർമിഷൻ പോകും. വൺസ് മാസ്റ്റർ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഷെയർ സ്റ്റാർട്ട് ആവും. ഇതേപോലെ ഒരു സ്ക്രീൻ ഷെയർ റിക്വസ്റ്റ് പോപ്പപ്പ് ആയിരിക്കും മാസ്റ്റർ സൈഡിന്, അതായത് കോർട്ട് ഓഫീസർ സൈഡിൽ വരുന്നത്. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡോ വരും, ഏത് സ്ക്രീൻ ഷെയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റർക്ക് തന്നെ ഇപ്പോൾ ആ അഡ്വക്കേറ്റ് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ആ സ്ക്രീൻ ഷെയർ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്വക്കേറ്റിന്റെ സൈഡിലെ മെയിൻ ഫീച്ചേഴ്സ്. ഇതേപോലെ ജഡ്ജ്,
പാർട്ടി ഇൻ പേഴ്സൺ, പ്രോസിക്യൂട്ടർ, അങ്ങനെ പല റോൾസ് ഉണ്ട്. ഓരോ റോൾസിനും ഓരോ ഇതായിരിക്കും ഉള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ജഡ്ജൊക്കെ ആണെങ്കിൽ ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് പാസീവ് എന്ന് പറയുന്ന ഒരു മോഡില്ല. സോ ഏത് ഐറ്റം നമ്പർ മാറ്റി വിളിച്ചാലും ആ ജഡ്ജ് ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഞാനിപ്പം ഒരു ജഡ്ജിനെ ലോഗിൻ കാണിച്ചു തരാം. ജഡ്ജിനും ഇതേപോലെ തന്നെ ലൈവ് കോഡ്സ് ഏതൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ആയി വരും. ജഡ്ജിന് കയറേണ്ടത് TST എന്ന് പറയുന്ന ഒരു കോട്ടാണെങ്കിൽ TST ചൂസ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ജഡ്ജിന് ഐറ്റം നമ്പേഴ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ ഐറ്റം നമ്പറിലും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു റോളായിരിക്കും ജഡ്ജിന്. സോ ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക, ജഡ്ജ് ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ജഡ്ജിന്റെ ഓഡിയോ വീഡിയോയും കോർട്ടിന് അവൈലബിൾ ആയിരിക്കും. ജഡ്ജിനും അതേപോലെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് കാണാനുള്ള ഓപ്ഷനും അറ്റാച്ച്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ജഡ്ജിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് ഒള്ളി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ TST എന്ന് പറയുന്ന ഒരു കോർട്ടിൽ മോർ ദാൻ 1 ജഡ്ജസ് ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ജഡ്ജസ് ഒള്ളി എന്ന് പറയുന്നത്. സോ ആ ചാറ്റ്സ് ഒന്നും പബ്ലിക്കിന് വിസിബിൾ ആയിരിക്കില്ല. പിന്നെ അഡ്വക്കേറ്റ്സിനുള്ള പോലെ തന്നെ സ്ക്രീൻ ഷെയർ ഓപ്ഷന്, പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സീക്രട്ട് റൂം എന്ന് പറയുന്ന ഓപ്ഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജഡ്ജ് നേരെ സീക്രട്ട് റൂമിലേക്ക് മൂവ് ചെയ്യും. സീക്രട്ട് റൂമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെയിൻ കോർട്ട് റൂമിൽ ജഡ്ജ് ആക്റ്റീവായിട്ട് വരും. ഇതാണ് ജഡ്ജിന്റെ സൈഡിലെ. ഇനിയിപ്പം നമുക്ക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു റോളുണ്ട്, പബ്ലിക് എന്ന് പറയുന്ന റോളുണ്ട്. പബ്ലിക് എന്നൊക്കെ പറഞ്ഞ റോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഡിക്കേറ്റഡ് ഇതായിരിക്കും ഉള്ളത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റിംഗ് ടാബിലായിരിക്കും അവർ ആദ്യമേ വരുന്നത്. വെയിറ്റിംഗ് ടാബിൽ നിന്ന് മാസ്റ്റർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർ പാസീവിൽ വരും. പാസീവിൽ ഇപ്പം അവർക്ക് കോർട്ടിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്യാം. വൺസ് ആ ഹാൻഡ് റൈസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർ കോർട്ടിൽ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആവും. ഇതുപോലെ ഓരോ റോളുകൾക്കും ഓരോ സ്പെസിഫിക് ഇതുണ്ട്. അത് വെച്ചിട്ടാണ് പാർട്ടി ഇൻ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിന്റെ ആ ഒരു സെയിം റോൾ ഇത് തന്നെയായിരിക്കും. ഇപ്പം നമുക്കിപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് സൂപ്പർമാൻ സിനിമയില്ലേ, സൂപ്പർമാൻ സിനിമയിൽ നമുക്കിപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ വാദിക്കാമല്ലോ നമുക്കൊരു പബ്ലിക്കിന്. സോ ആ ഒരു റോളാണ് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. സോ ആ ഒരു റോളിൽ ലോഗിൻ ചെയ്ത് വരുമ്പോഴും ഇതേപോലെ ഐറ്റം നമ്പർ ഒക്കെ ചൂസ് ചെയ്ത് സെയിം അഡ്വക്കേറ്റിന്റെ ആ ഒരു ഫ്ലോ തന്നെ ആയിരിക്കും ഉള്ളത്. ഇത് രജിസ്ട്രേഷൻ വഴിയാണ് പാർട്ടി ഇൻ പേഴ്സൺ വരുന്നത്. പാർട്ടി ഇൻ പേഴ്സൺ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് അപ്രൂവ് ആണോ അപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതോ പാർട്ടി ഇൻ പേഴ്സൺ ചുമ്മാ രജിസ്റ്റർ ചെയ്ത് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം കേരള ഹൈക്കോർട്ടിനൊക്കെ ആണെങ്കിൽ പാർട്ടി ഇൻ പേഴ്സൺ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിൻ വഴി നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പാർട്ടി ഇൻ പേഴ്സണിന്റെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവും. അത് ഓരോ ക്ലൈം ബേസ്ഡ് ആണ്. ഇതേപോലെ നമുക്ക് ഒരു അഡ്മിൻ ലോഗിൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ അഡ്മിൻ ഓൾറെഡി ലോഗിൻ ആയിരിക്കുന്നതുകൊണ്ടാണ് അഡ്മിൻ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് വന്നത്. സോ ഈ അഡ്മിനിലാണ് നമുക്ക് ഓരോ കോഡ്സ് ഒക്കെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇത് എല്ലാ കോർട്ട് റൂംസും മീൻസ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള കോർട്ട് റൂംസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ആ കോർട്ടിന്റെ എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററി കാണണമെങ്കിൽ നമുക്ക് സി ഹിസ്റ്ററി കൊടുത്താൽ മതി. ആ കോർട്ടിൽ അന്ന് വിളിച്ച ഐറ്റം നമ്പേഴ്സ്, ആരൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്, ആരൊക്കെ പാസീവിൽ ഉണ്ടായിരുന്നു, ഫുൾ ലോഗ്സ് നമുക്ക് ഇവിടുന്ന് അഡ്മിനിൽ നിന്ന് കിട്ടും.
പുതിയതായിട്ട് ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്ലസ് ബട്ടൺ വെച്ചിട്ട് നമുക്കൊരു ന്യൂ കോട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡ്മിൻ ആയിരിക്കും ജഡ്ജിന്റെയും കോർട്ട് ഓഫീസറിന്റെയും രജിസ്ട്രേഷൻ ഉള്ളത്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പുതിയൊരു കോർട്ട് ഓഫീസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാസ്റ്റർ ടാബിൽ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ PS, PA, ജഡ്ജസ് എല്ലാവരെയും നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ജഡ്ജസ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മാസ്റ്റേഴ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഫ്ലാഷ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അഡ്മിൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് എല്ലാ റോൾസിൽ കയറി വരുന്ന യൂസേഴ്സിനും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ ആ ഒരു കോട്ടിൽ കയറുന്നവർക്ക് അഡ്മിൻ കൊടുത്ത ആ മെസ്സേജ് നമുക്ക് ഓരോ റോൾസിനും നമുക്ക് ആ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ TST എന്ന് പറയുന്ന ഒരു കോട്ടിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് മെസ്സേജ് ആണോ കൊടുക്കേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ഏതൊക്കെ റോൾസിന് ആ മെസ്സേജ് കാണണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഓരോ കോഡ് സ്പെസിഫിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 2B എന്ന് പറയുന്ന ഒരു കോഡിന് മാത്രം ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2B സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഏതൊക്കെ റോൾസിന് കാണണം എന്നുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് മാസ്റ്റർ സൈഡിലും ഉണ്ട്. അത് ഫ്ലാഷ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോട്ടില് ഈ ഒരു TST എന്ന് പറയുന്ന കോർട്ട് റൂമിൽ മാത്രമേ ഈ മെസ്സേജ് ലിസ്റ്റ് ആവുള്ളൂ. അതായത് ഇപ്പൊ ഈ ഒരു കോർട്ട് റൂമിൽ ആരെങ്കിലും ഒക്കെ ആക്റ്റീവ് പാസീവ് ഉണ്ടെങ്കിൽ ആ കയറി വരുന്നവർക്ക് മാത്രം ആ ഒരു മെസ്സേജ് ലിസ്റ്റ് ആവും. പിന്നെ ഉള്ളത് കോൺഫിഗറേഷൻസ് ആണ്. അതായത് ഇപ്പം പബ്ലിക്കിനുള്ള ആക്സസ് അല്ലെങ്കിൽ നമുക്ക് ടുഡേയ്സ് കേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് ഈ കോൺഫിഗറേഷന്റെ അണ്ടറിലാണ് നമുക്കുള്ളത്. ഇപ്പം സബ്മിഷൻ ടൈം സ്ലോട്ട്സ് ഇപ്പം 4 ടൈം സ്ലോട്ട്സ് ഉണ്ട്. 10:15 AM, 12:15 AM, 2 PM, 4 PM. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പം 4 PM മാറ്റി 5 PM ആക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വൺ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയറി വരുന്നവർക്ക് ആ ഒരു പുതിയ സബ്മിഷൻ ടൈം സ്ലോട്ട് ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് മെയിനായിട്ടും അഡ്മിനിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഈ ഡാഷ്ബോർഡ് ഒക്കെ വർക്കിംഗ് ആണോ? അല്ലല്ല, അതല്ല റിയൽ ടൈം ആണ്. എത്ര കോഡ്സ് ഇപ്പം ഈ ബീറ്റ എൻവയോൺമെന്റിലുണ്ട്, എത്ര ജഡ്ജസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര മാസ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ഒരു ടോട്ടൽ നമ്പർ ആണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് കേരളയുടെ ഒരു ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് hckerala.vconsole.com അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ലിങ്ക്. ഇപ്പം ഇതെല്ലാം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോർട്ട് റൂംസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 1A എന്ന് പറയുന്ന ഒരു കോർട്ടിൽ കയറുവാണെങ്കിൽ അവിടെ നടക്കുന്ന ലൈവ് സെഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും കോഡ്സ് ആണ് കറന്റ് ലൈവ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് എക്സിറ്റ് ചെയ്യാതെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും കോർട്ട് റൂംസ് തമ്മിൽ. 1A എന്ന് പറയുന്ന ഒരു കോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1B എന്ന് പറയുന്ന ഒരു കോർട്ടിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ലോഗ് ഔട്ട് എക്സിറ്റ് കോഡ് കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 1B എന്ന് പറയുന്ന ഒരു കോർട്ട് റൂമിലെത്തി. സോ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന കോഡ്സുകളൊക്കെ ഇവിടെ ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. സോ എക്സിറ്റ് കോഡ് കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം കയറാൻ പറ്റും. യൂസറിന്റെ പ്രൊഫൈൽ നമുക്ക്, അതായത് പ്രൊഫൈൽ എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
ഇതാണ് കോർട്ടിന്റെ മെയിൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ണദാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. No, nothing, bro. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കട്ടോ. ഇപ്പം കറന്റ്ലി നമുക്ക് ഇപ്പോ ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതായത് ലൈവ് കോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കറന്റ്ലി നമുക്കിപ്പം ഇതിന്റെ ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തെലങ്കാനയുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു, അവർക്കൊരു പേജ് വേണമെന്നുള്ളത്. സോ ഏതൊക്കെ കോഡ് ലൈവ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ പേജിൽ നിന്ന് കിട്ടും. ഇവിടുന്ന് ആക്റ്റീവ് കോഡ്സിനായിരിക്കും വ്യൂ ലൈവ് ബട്ടൺ എനേബിൾ ആയിട്ടുള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിന്റെ ലൈവ് സെഷൻ കാണാൻ പറ്റും. സോ ഇതാണ് കറന്റ്ലി ഇപ്പം ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പൈപ്പ് ലൈനിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽസ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. സോ അതിന്റെ ഡെവലപ്മെന്റ് ഇൻ പ്രോഗ്രസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ദിവസങ്ങളിൽ ഈ സെഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ഡെമോ പോലെ കാണിച്ചത്. ഇനി അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഈ വീഡിയോസ് എന്തായാലും യൂട്യൂബിൽ പോകുന്നുണ്ടാവും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അത്രയ്ക്കും വലിയ ഡൗട്ട് വന്നാൽ മാത്രം അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരുടെ വർക്ക് പെൻഡിങ് ആണ്. അതാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ കൊടുക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആർക്കും സെഷൻ ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. എക്കോയാ. ഹലോ, കേക്കാവോ? പിന്നെ ലൈവ് കോഡ് കാണിച്ചപ്പോഴത്തേക്ക് അവിടെ ബെഞ്ച് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഹൈക്കോർട്ട് ഓഫ് കേരളയ്ക്ക് വേണ്ടിയുള്ളൊരു അവരുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അതായത് ഒരു കോർട്ടിൽ കയറി കഴിയുമ്പോൾ ആ കോർട്ടിൽ അന്ന് ഇരിക്കുന്ന ജഡ്ജിന്റെ ഡീറ്റെയിൽസും അന്നത്തെ ബെഞ്ച് ഐ ഡി ആണ് അവിടെ കാണിക്കുന്നത്. അത് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ റിക്വയർമെന്റ് ആയിരുന്നു. സോ നമുക്ക് ഹൈക്കോർട്ട് ഓഫ് കേരളയ്ക്ക് ഓട്ടോ കേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പം ബീറ്റ ആയിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. അതായത് കേരളയിൽ ഇപ്പം CH1 എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ബീറ്റയിൽ നമ്മൾ ആ ഒരു സെയിം നെയിമിൽ CH1 ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷനിൽ CH1ൽ ഏത് ഐറ്റം ആണോ നടക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബീറ്റയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ആ ഒരു പ്രൊഡക്ഷൻ ബീറ്റ ആയിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങളിപ്പം ബീറ്റയിൽ ഒരു മാസ്റ്റർ ആയിട്ട് കയറി കഴിയുമ്പം ചില കോഡുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പം ഐറ്റം റേഞ്ച് ഒന്നും കാണിക്കത്തില്ല. അത് ബിക്കോസ് ആ ഒരു കോഡ്സ് എല്ലാം ഓട്ടോ കേസ് എനേബിൾഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും നമ്മൾ ഐറ്റം റേഞ്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ കേസ് എനേബിൾ ചെയ്യുന്ന അഡ്മിൻ ചെയ്യുന്നോ അതാ കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അഡ്മിൻ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഇത് കണ്ടില്ലേ, ഓട്ടോ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്. ഇപ്പം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോ കേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്, ഓട്ടോ കേസ് കോളിംഗ്. അത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. എനേബിൾ ചെയ്യുമ്പോൾ എന്താ വരിക? എനേബിൾ ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷൻ വരും. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോട്ട് മറ്റേ പ്രൊഡക്ഷനിൽ ഉള്ള കോട്ടുമായിട്ട് ഇതായിരിക്കും സെയിം നെയിമിൽ നമ്മൾ ബീറ്റയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ശരി. റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും സ്റ്റോർ ആകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ലോക്കൽ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാം.
ഓക്കെ ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമില്ല. താങ്ക്സ് നീൽ. ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ, അപ്പം റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഉം.